ചില മാധ്യമങ്ങളിലൂടെ ബഹുമാനപ്പെട്ട KT ജലീൽ MLA നടത്തിയിട്ടുള്ള ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം തികച്ചും അനവസരത്തിൽ എന്റെ പേര് കോട്ട് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ശ്രീ KT ജലീൽ MLA ഈ സമയത്ത് എൻ്റെ പേര് അനാവശ്യമായി, തികച്ചും അനാവശ്യമായിട്ട് ഒരു പൊതുചർച്ചയിലേക്ക് വലിച്ചിഴച്ചത് അദ്ദേഹത്തിൻ്റെ പരാജയഭീതി മൂലമാണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിലയില്ലാ കയത്തിലാണ്. അദ്ദേഹത്തിന് ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണ് പോലും ഇല്ല എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി തികച്ചും വർഗീയമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ശ്രീ KT ജലീൽ കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CPM നടത്തിയിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പത്രപരസ്യം, ആ പത്രപരസ്യം അച്ചടിച്ച് വിതരണം ചെയ്തതിനെ തുടർന്ന് പാലക്കാട്ടെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളഞ്ഞ അതേ ആക്ഷേപങ്ങൾ വീണ്ടും മാധ്യമങ്ങളിലൂടെ വന്ന് ഉന്നയിക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ചില ആക്ഷേപങ്ങൾ വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയാത്ത, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വന്ന് പറയുന്നത് കേട്ടു. മുസ്ലിങ്ങളെ മുഴുവൻ കഴുത്തിലൂടെ ടയറിട്ട് കത്തിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് സന്ദീപ് വാര്യർ ഒരു ചാനലിൽ പറഞ്ഞു എന്നാണ്. ആ സന്ദീപ് വാര്യരെ ലീഗ് ഏറ്റെടുത്ത് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ശ്രീ KT ജലീൽ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ശ്രീ KT ജലീലിനെതിരായിട്ട് ഞാൻ എൻ്റെ അഭിഭാഷകൻ, സുപ്രീം കോടതി ലോയറായിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ മുഖേന നിയമപരമായിട്ടുള്ള ലീഗൽ നോട്ടീസ് ശ്രീ KT ജലീലിന് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സത്യം തെളിയുന്നത് വരെ പൂർണ്ണമായിട്ടും എനിക്ക് നിയമത്തിലും അതുപോലെ നിയമ സംവിധാനങ്ങളും വിശ്വാസമുണ്ട്. ഞാൻ ഈ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം തീർത്തും തെറ്റായിട്ടുള്ള, കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നത്. ഞാൻ ഒരു കാലത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി വന്നവനാണ് ഞാൻ. കഴിഞ്ഞ 1.5 വർഷക്കാലം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഞാൻ ഈ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് എവിടെയെങ്കിലും എൻ്റെ ഭാഷയിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ പോലും അത്തരത്തിലുള്ള ഒരു പദപ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി, സെക്യുലർ ആശയങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തന നിലയിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിനൊപ്പം നിൽക്കുകയാണ് ഞാൻ. ആ സമയത്താണ് എന്നെ ആക്ഷേപിക്കുന്ന നിലപാടുമായി ശ്രീ ജലീൽ വന്നിട്ടുള്ളത്. ജലീലിന് വാസ്തവത്തിൽ ഇതൊക്കെ ഉന്നയിക്കാൻ എന്താണ് അർഹത എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ അതേ ആക്ഷേപത്തിൻ്റെ മുന ശ്രീ KT ജലീലിനും തീർച്ചയായിട്ടും ബാധകമല്ലേ? അതേ ആക്ഷേപങ്ങൾ KT ജലീലും ഏൽക്കേണ്ടി വരില്ലേ? ഞാൻ എന്തായാലും ശ്രീ KT ജലീലിനെ അദ്ദേഹം പണ്ട് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, അദ്ദേഹം പണ്ട് സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ ഞാൻ ആക്ഷേപിക്കുന്നയാളല്ല. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയാണ്. എന്നാൽ അന്ന് ജലീൽ ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കാൻ ഞാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറിയിട്ട് അദ്ദേഹം മറ്റൊരു നിലപാടിലേക്ക് വന്നയാളാണ്. നമ്മളത് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും ആളുകൾ വർഗീയ നിലപാടിലേക്ക് പോയവർ അത് തിരുത്തി മതനിരപേക്ഷതയുടെ ഭാഗമായി മാറുമ്പോൾ അതിൽ ഈ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന, മതേതരത്വം ആഗ്രഹിക്കുന്ന എല്ലാവരും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയുമാണ് ചെയ്യുക. പക്ഷേ ശ്രീ KT ജലീലിന് മാത്രം ഞാൻ RSSും BJPയും വിട്ട് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയതിനു ശേഷം എൻ്റെ നിലപാട് തിരുത്തിയതിൽ വലിയ വിഷമമുള്ളതുപോലെയാണ് തോന്നുന്നത്.